ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 34 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞു. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. നിൻ്റെ ചാർച്ചക്കാരത്തി എലിശബത്തും വാർദ്ധക്യത്തിലൊരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. മച്ചി എന്ന് പറഞ്ഞു വന്നവൾക്ക് ഇത് 6-ാം മാസം. ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അതിന് മറിയ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ദൂതൻ അവളെ വിട്ടുപോയി. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാവുന്നു. ഭാരിക്കുമോ. അത്യുന്നതൻ്റെ ശക്തി തന്നിൽ നിഴലിടുന്ന ഒരു യുവതി, വിശുദ്ധ തൃത്വത്തിൻ്റെ ആവാസം അനുഭവിക്കുന്ന വിശുദ്ധ കന്യക മറിയാം. നമ്മളിവിടെ കാണുകയാണ്, ദൈവത്തിൻ്റെ ശക്തിയാൽ, പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ, വിശുദ്ധ തൃത്വത്തിലെ 3-ാമത്തെ ആളത്വമായ പുത്രൻ തമ്പുരാൻ ആ യുവതിയുടെ ഉദരത്തിൽ ഉത്ഭവിക്കപ്പെടുകയാണ്. വിശുദ്ധ കന്യക മറിയം വിശുദ്ധ പ്രജയെ തൻ്റെ ഉദരത്തിൽ സ്വീകരിക്കുന്ന ആ ധന്യ മുഹൂർത്തം. ദൈവപുത്രൻ എന്ന് തൻ്റെ കാതുകളിൽ ആദ്യം കേൾക്കുന്ന വ്യക്തി, വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടുമെന്ന് ഗബ്രിയേൽ മാലാഖയുടെ ഇമ്പകരമായ സ്വരം കേട്ട വിശുദ്ധ കന്യക മറിയം ഇന്ന് അനേകം വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ കാതുകളിലും ഇമ്പകരവും മധുര സ്വരവുമായ ഈ ഒരു ദൈവപുത്രൻ എന്ന ആ നാമം, ക്രിസ്തുവിൻ്റെ നാമം, അത് നമ്മുടെ ജീവിതത്തിലും നമുക്ക് വലിയ സന്തോഷവും സമാധാനവും ഹൃദയ ശാന്തിയും തരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. നമ്മൾ ആരാധിക്കുന്നത്, നമ്മൾ സ്തുതിക്കുന്നത് മറ്റാരെയുമല്ല, സാക്ഷാൽ ദൈവത്തിൽ നിന്ന് ലോക രക്ഷയ്ക്കായി തൻ്റെ സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങി ഈ ലോകത്തിലേക്ക് എഴുന്നള്ളി വന്ന സാക്ഷാൽ ലോക രക്ഷിതാവ്, ദൈവപുത്രൻ എന്ന ആ ഒരു വലിയ യേശുവിലുള്ള വിശ്വാസം, ആ വിശ്വാസം ഈ ദിവസങ്ങളിൽ എന്നെ ഭരിക്കുന്നുണ്ടോ? ഞാനൊരു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, ക്രിസ്തുവിൻ്റെ അനുയായിയായിരിക്കുന്ന ഞാൻ, എന്നിൽ, ക്രിസ്ത്യാനികളായ നാം ഓരോരുത്തരിലും ഈ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ആഴത്തിൽ നമുക്ക് ആ വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ആരെയും വേദനിപ്പിക്കാനോ, ആരെയും തമാശയ്ക്ക് പോലും ഒന്ന് കളിയാക്കാനോ, നമ്മുടെ മനസ്സിൽ ചതിവും വഞ്ചനയും ചിന്തിക്കാനോ, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് കോപവും വിദ്വേഷവും മറ്റുള്ളവരിലേക്ക് പരത്തുവാനോ, അങ്ങനെ ഒരു ദുഷ്പ്രവൃത്തിയും നമ്മിൽ നിന്ന് പുറപ്പെടുവിക്കാതെ ഒരു അഗാധമായ ക്രിസ്തീയ സ്നേഹം മാത്രം പുറപ്പെടുവിക്കുന്ന ഒരു ട്രൂ ഡിവൈൻ നേച്ചറുള്ള ഒരു വ്യക്തിയായി ഞാൻ ആയിരിക്കണം. അൺകണ്ടീഷണൽ ലവ്, ഒരു ഉപാധികളുമില്ലാത്ത, ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാത്ത സ്നേഹം, ഒട്ടും തിരിച്ചു പ്രതീക്ഷിക്കാത്ത, ഒരുപക്ഷെ വേദനയും ഉപദ്രവവും തിരസ്കരണവും വലിയ മുറിപ്പാടും തിരിച്ച് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ദൈവപുത്രൻ്റെ സ്നേഹം, അത് കുരിശിലെ അതിവേദനയിലുള്ള മരണസമയത്ത് പോലും ക്ഷമിക്കുന്ന ആ വലിയ സ്നേഹം, ആ സ്നേഹം നമ്മളിൽ മുട്ടിടുവാൻ, ആ വലിയ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ ഉത്ഭവിക്കുവാൻ, ദൈവമേ, നിൻ്റെ ജനനത്തിൻ്റെ ഈ പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിൻ്റെ പുത്രൻ തമ്പുരാൻ്റെ അൺകണ്ടീഷണൽ ലവ് ഞങ്ങളിൽ ധാരാളമായി നിറഞ്ഞ് അത് മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ സാധിക്കുന്ന
ഒരു വ്യക്തിത്വത്തിനുടമയായി ദൈവമേ എന്നെ നീ ആക്കി തീർക്കണമേ. നമുക്ക് ഓരോരുത്തർക്കും ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ അമ്മ മറിയമിൻ്റെ കൂടെ, അമ്മ മറിയമിൻ്റെ ഉദരത്തിൽ ഉത്ഭവിക്കപ്പെട്ട ആ വിശുദ്ധ പ്രജയുടെ കൂടെ നമുക്ക് നമ്മുടെ കർത്താവിനെ, നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം, ആരാധിക്കാം. വിശുദ്ധ പ്രജയിലൂടെ ധാരാളമായി പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമ്മളിൽ തന്ന് ആ പരിശുദ്ധാത്മാവിൻ്റെ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയായി നമുക്ക് ഓരോരുത്തർക്കും മാറാം. ദൈവം നമ്മളെ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം നേരുന്നു.